ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ പഠിക്കാം പല പല ടെൻസുകൾ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നീ ഒത്തിരി മാറിപ്പോയി. പോയി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നീ ഒത്തിരി മാറിപ്പോയി. യു ചേഞ്ച്ഡ്. യു ചേഞ്ച്ഡ് എ ലോട്ട്. യു ചേഞ്ച്ഡ് എ ലോട്ട്. നീ ഒത്തിരി മാറിപ്പോയി. യു ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചായിരുന്നു ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം. എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്? വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് ഓർത്ത് വെച്ചോ. അപ്പം ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. പിന്നെ എന്താ? പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, വെർബിൻ്റെ പാസ്റ്റ് ഫോം. വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേഞ്ച് ആയിരുന്നു. ചേഞ്ച് ആയിരുന്നു വെർബ്. അപ്പോൾ ആ വെർബിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. നമ്മൾ ഡി ആഡ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ എങ്ങനെയായി? ചേഞ്ച്ഡ് എന്നായി. അപ്പോൾ ചേഞ്ചിൻ്റെ പാസ്റ്റ് ഫോം ചേഞ്ച്ഡ് ആയി. അപ്പോൾ യു ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പം സബ്ജക്റ്റ് നോക്കാം, സബ്ജക്റ്റ് യു, പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഡി യു ആഡ് ചെയ്തപ്പോൾ അത് പാസ്റ്റ് ഫോമിലോട്ടായി, ചേഞ്ച്ഡ്. അപ്പം ഞാനത് ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാം. നമ്മൾ എന്താ ഇവിടെ മാറ്റം വരുത്തിയത്? ചേഞ്ചിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ചേഞ്ച്ഡ് ആക്കി. ഇവിടെ ഞാൻ ഒരു ഡിയും കൂടെ ആഡ് ചെയ്തപ്പം ചേഞ്ചിൻ്റെ പാസ്റ്റ് ഫോമായി. അപ്പം നമ്മളിവിടെ വ്യത്യാസം വരുത്തിയിട്ടില്ല, ജസ്റ്റ് ചേഞ്ചിനെയാണ് നമ്മൾ മാറ്റം വരുത്തിയത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. നീ ഒത്തിരി മാറിപ്പോയി. യു ചേഞ്ച്ഡ് എ ലോട്ട്. അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പം ആയിരുന്നില്ല, മുമ്പ് ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നീ എന്ന് പറഞ്ഞാൽ എന്താ? യു. മുമ്പ്, ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ, കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ബിഫോർ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ ആയിരുന്നില്ല, നോട്ട് ലൈക്ക് ദിസ്. അപ്പോൾ എങ്ങനെയാണ്? യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്, യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. അപ്പോൾ കാര്യം എന്താ നമ്മളിങ്ങനെ എഴുതാൻ കാരണം? നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയേക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പും പഠിച്ചായിരുന്നു ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത്. അപ്പം ഇവിടെ ഞാൻ എന്താ എഴുതി? യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. ഇപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് യു. പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വേർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വേർ എന്ന് പറഞ്ഞത് ഓൾറെഡി പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബിൻ്റെ പ്രസൻറ്റ് എന്തായിരുന്നു? ഈ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം എന്തായിരുന്നു? അപ്പം ആർ. അപ്പോൾ ആറായിരുന്നു പ്രസൻറ്റ് ഫോം. നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്ത് വേറാക്കി എഴുതിയതാണ്. യു വെയർ നോട്ട് ലൈക്ക് ദീസ് ബിഫോർ. നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ആറ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. കാര്യം ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്ത് വേറാക്കി. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞത് വേറാണ് ഇവിടെ. സബ്ജക്റ്റ് എന്താ? യു. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. സബ്ജക്റ്റ് അതിൻ്റെ കൂടെ തന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കുക. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് കിട്ടുമ്പം നമ്മൾ ഇതൊന്ന് ഓർത്ത് വെച്ച്, നമുക്കിത് എപ്പോഴും ഓർത്ത് വെച്ച് പറയാനൊന്നും പറ്റില്ല, പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്? നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. യു വെയർ നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ നീ വളരെ സോർത്തയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പിന്നെന്താ? പിന്നെ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി കാണും, ഇതൊരു പ്രസൻറ്റ് ടൈം സെൻറ്റൻസ് ആണ്. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്.
കാര്യം ഇപ്പോൾ നീ വളരെ സ്വാർത്ഥയാണെന്ന് ഓൾറെഡി ഇത് ഇപ്പോൾ നേരിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ സെൻറ്റൻസിലും ഇപ്പോൾ നേരത്തില്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പഴയ കാര്യമാണോ പിന്നീടുള്ള കാര്യമാണോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഴുതുക. ഇതെങ്ങനെ നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ഫോം ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതണമെന്ന്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത് എഴുതാം, ആഡ് ചെയ്യാതെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. നീ, യു. വളരെ എന്ന് പറഞ്ഞാൽ വെരി. സോർത്ത എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫിഷ്. ഇപ്പോൾ നീ വളരെ സോർത്തയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നൗ യു ആർ വെരി സെൽഫിഷ്. നൗ യു ആർ വെരി സെൽഫിഷ്. ഇപ്പോൾ നീ വളരെ സോർത്തയാണ്. നൗ യു ആർ വെരി സെൽഫിഷ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഏതൊരു ഫോം ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുക ഇവിടെ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ഫോം ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാതെ എഴുതാം, ആഡ് ചെയ്തു എഴുതാം. ഇവിടെ എന്താ? ഇവിടെ ആഡ് ചെയ്യാതിരിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയതുകൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യു, ദേ, വി ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണ്ട വെർബിൻ്റെ കൂടെ. ഇപ്പോൾ ഇവിടെ ഷീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഷീ ഗോ എന്നാണെങ്കിൽ ഷീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്ക് നമുക്ക് എസ് ആഡ് ചെയ്യും, ഗോസ്, ഇ എസ് ആഡ് ചെയ്തിട്ട് എഴുതാം. ഇവിടെ യു എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആരാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈസ്, യുവിൻ്റെ കൂടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ആം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ യൂസ് ചെയ്തത്? ആർ. യു ആർ. അപ്പം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. നമുക്കിവിടെ എസ് ഓർ ഈസ് ആഡ് ചെയ്യാൻ കാരണം സബ്ജക്റ്റ് യു ആണ്. യു എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഈസ് അല്ലെങ്കിൽ ആം ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആറേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ യുവിന് വരെ ദേ ആണെങ്കിലും വി ആണെങ്കിലും ഒക്കെ ആറേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ യുവിന് വരെ ഹീ, ഷീ, ഇറ്റ് ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ആറ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോകും. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പോകും എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ്? ഇതിന് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, പിന്നീടുള്ളൊരു കാര്യം പോകും. അപ്പം ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? മേ ബി. ഞാൻ, ഐ. അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. അപ്പോൾ പോകുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഗോ. പോയി എന്ന് പറയാൻ നമ്മൾ ഗോയെ പാസ്റ്റ് ഫോം ആക്കി എഴുതും, വെൻറ്റ്. അപ്പോൾ ഇവിടെ പോകുമെന്നാണ് ഫ്യൂച്ചർ ടെൻസ്, പിന്നീടുള്ള കാര്യം പോകും. അപ്പം നമ്മൾ ഗോയെ ഫ്യൂച്ചർ ടെൻസ് ആക്കി വിൽ ഗോ ആക്കി എഴുതണം നമ്മൾ. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോകും. നമുക്ക് എങ്ങനെ എഴുതാം? മേ ബി ഐ വിൽ ഗോ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പോകും. അപ്പോൾ പോകുക എന്ന് പറഞ്ഞാൽ ഗോയാണ്. അപ്പം വിൽ എന്താ യൂസ് ചെയ്ത്? നമ്മൾ പോകും ഫ്യൂച്ചർ ടെൻസിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾ വിൽ ഗോ ആഡ് ചെയ്തു. ഐ വിൽ ഗോ. അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ നെക്സ്റ്റ് വീക്ക് ഇവിടെ എഴുതാം, ഇവിടെ സ്ഥലമില്ല. നെക്സ്റ്റ് വീക്ക്. അപ്പം മേ ബി ഐ വിൽ ഗോ നെക്സ്റ്റ് വീക്ക്. ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോകും. മേ ബി ഐ വിൽ ഗോ നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ എങ്ങനെ ഏതൊരു ഫോം ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫ്യൂച്ചർ, ഇത് എഫ് ആണേ, ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഓർത്ത് വെച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ. അപ്പം ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാം, ഐ ആണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ, ഞാൻ എഫ് ഇങ്ങനെ എഴുതാം. അപ്പം ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഗോയാണ് വെർബ്. അപ്പോൾ ഗോയെ നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കി. അപ്പോൾ എങ്ങനെയാണ്? വിൽ ഗോ ആക്കി, വിൽ ഗോ. അപ്പം ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബായി. അപ്പോൾ എങ്ങനെയാണ്? ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോകും. മേ ബി ഐ വിൽ ഗോ നെക്സ്റ്റ് വീക്ക്. അപ്പം ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഫ്യൂച്ചർ ഫോം ആകുമ്പം സബ്ജക്റ്റ്, ഫ്യൂച്ചർ സെൻറ്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ ഗോയായിരുന്നു വെർബ്. ആ ഗോയെ നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കിയപ്പം വിൽ ഗോ ആയി. അപ്പോൾ ഇവിടെ അങ്ങനെ ജസ്റ്റ് ക്ലിയർ ആയിട്ട് എഴുതാം. ഗോയെ കൺവേർട്ട് ചെയ്ത് വിൽ ഗോ ആക്കി മാറ്റി നമ്മൾ എഴുതി, ഫ്യൂച്ചർ ടെൻസിലോട്ടാക്കി.
അപ്പം മേ ബി ഐ വിൽ ഗോ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത പോയിന്റ് പഠിക്കാം. പോയിന്റ് എന്താ? അവിടെ എനിക്ക് കുറേ കൂട്ടുകാർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടായിരുന്നു. അപ്പം അവിടെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവിടെ എന്ന് പറഞ്ഞാൽ ദെയർ. എനിക്ക് ഐ കുറേ കൂട്ടുകാർ. കുറേ എന്ന് വെച്ചാൽ എന്താ? മെനി. കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് എഴുതാൻ നമ്മൾ ഹാഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അവിടെ എനിക്ക് കുറേ കൂട്ടുകാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. I had many friends there. എവിടെയാ there? അവിടെ. I had many friends there. അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഹാവ് യൂസ് ചെയ്താലെന്ന്. ഹാവ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോം, ഒരു ഇപ്പോഴത്തെ കാര്യത്തിനെ പറയുമ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഹാഡ് ഉപയോഗിച്ച് എന്താ? ഉണ്ടായിരുന്നു, പഴയ കാര്യമാണ് പറയുന്നത്, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാവ് ഇവിടെ ഉപയോഗിക്കില്ല. ഹാഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ഹാഡ് മെനി ഫ്രണ്ട്സ് ദെയർ. അപ്പം നമുക്ക് ഏത് ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്? അപ്പം നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ്, ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നതാണ് ഹാഡ്. അപ്പം ഹാഡിൻ്റെ പ്രസൻറ്റ് ഫോം എന്തായിരുന്നു? ഹാവ്. നമ്മൾ ഹാവിനെ കൺവേർട്ട് ചെയ്ത് ഹാഡ് ആക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. കാര്യം ഹാവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ആ ഹാവിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഹാഡ് ആക്കി. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പം ഇങ്ങനെ അങ്ങ് ഓർത്തിച്ചാൽ മതി. അപ്പം എങ്ങനെയാണ്? അവിടെ എനിക്ക് കുറേ കൂട്ടുകാർ ഉണ്ടായിരുന്നു. അപ്പം ഐ ഹാഡ് മെനി ഫ്രണ്ട്സ് ദെയർ. നമ്മൾ പഴയ കാര്യമായതുകൊണ്ട്, കഴിഞ്ഞ് പോയ കാര്യമായതുകൊണ്ട് ഹാഡ് യൂസ് ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പം പറയണം അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹാവ് ഉപയോഗിച്ചാൽ മതി. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ദെയർ. ഹാവ് ഉപയോഗിച്ചിട്ട് എഴുതാം. കാര്യം ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നമുക്കിവിടെ ഹാവ് യൂസ് ചെയ്യാറ്. പ്രസൻറ്റ് ഫോം ഇവിടെ ഉണ്ടായിരുന്നു എന്നായതുകൊണ്ടാണ് ഹാഡ് യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്? അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഐ ഹാഡ് മെനി ഫ്രണ്ട്സ് ദെയർ.